നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ ആഗ്രഹിച്ചാലും കാര്യങ്ങളൊന്നും ഒത്തുവരാത്തൊരവസ്ഥ. നമുക്ക് ഫേവറബിളായിട്ട് ഒന്നും നിൽക്കാത്ത, ഒന്നും സംഭവിക്കാത്ത ജീവിതത്തിൻ്റെ ഒരു പോയിന്റ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യവും ചുറ്റും നടക്കുന്നില്ല. നമ്മൾ തോറ്റുപോകുന്ന ഫീലിംഗ്. നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ടും നമുക്കങ്ങ് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു സംശയം തോന്നുന്നു, നമ്മളെ തന്നെ ഡൗട്ട് അടിക്കുന്ന സിറ്റുവേഷൻസ്. എൻ്റെ ജീവിതം എവിടെ എത്തും? ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചിട്ടും എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാതെ പോകുന്നത്? എനിക്ക് ട്രാക്കിലേക്ക് കയറാൻ പറ്റാതെ പോകുന്നതിൻ്റെ റീസൺ എന്താണ്? ദിസ് ഈസ് എ ലോ പോയിന്റ്. എല്ലാ മനുഷ്യരും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണിത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കാര്യങ്ങളും നമുക്ക് ഫേവറബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ, ഒന്നും ഒത്തുവരാത്ത സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ വേണ്ട എന്ന് വെക്കരുത്. എല്ലാവർക്കും ഒരു രാത്രി ഉണ്ടായിട്ടുണ്ട്, അവരെ പരീക്ഷിച്ച ഒരു രാത്രി, അവരുടെ മനസ്സിൻ്റെ, അവരുടെ എനർജിയുടെ ഏറ്റവും അടിത്തട്ടിലെത്തിയ ഒരു രാത്രി. ഒന്നും വർക്കൗട്ട് ആവാതെ തോറ്റുകൊടുക്കാൻ അല്ലെങ്കിൽ ഗീവപ്പ് ചെയ്യാൻ തോന്നിയ ഒരു ദിവസം. നമ്മളെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. നമ്മുടെ മനുഷ്യവംശം മുഴുവനും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാ ലെജൻസും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. സോ ഇഫ് യു ആർ ഗോയിങ് ത്രൂ ഇറ്റ്, ഷോ ദ കറേജ് ടു ഫേസ് ഇറ്റ്. നമ്മളെ അവിടുന്ന് പുറത്ത് കൊണ്ടുവരാൻ, നമ്മളെ അവിടെയും ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നത് ആർക്കാണെന്ന് അറിയുമോ? നമുക്ക് മാത്രമാണത് പറ്റുക. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റില്ലായിരിക്കും, നമുക്ക് ചില സാഹചര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റിനെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റും. മറ്റുള്ളവരിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ മറ്റ് എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ കയ്യിലേക്ക് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് കിട്ടിയിട്ടുള്ളതിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ളതിൻ്റെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവരുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ തോറ്റു കൊടുക്കാതെ മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മുടെ സ്വപ്നത്തിലൊന്ന് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മുടെ പ്രോസസ്സിലും നമ്മുടെ ലക്ഷ്യത്തിലും നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും. നമുക്കറിയില്ലായിരിക്കും ചിലപ്പോൾ എങ്ങനെയെന്ന്, നമുക്കതിനുള്ള അറിവുകൾ ഉണ്ടാവില്ല, അതിനുവേണ്ടി സഹായിക്കാൻ ചുറ്റും ആളുകൾ കാണില്ല. പക്ഷേ ആ സ്വപ്നം നമ്മൾ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കും. അതാണ് സ്വപ്നത്തിന്റെ തീ എന്ന് പറയുന്നത്. പരിശ്രമിച്ചു നോക്കാൻ, പല കാര്യങ്ങൾ ചെയ്തു നോക്കാൻ, ശരിയായിട്ടുള്ള വഴി ഏതെന്നറിയാൻ നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ മാത്രമാണ് നീന്തൽ പഠിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഒരു പ്രശ്നത്തെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നത്. ഇഫ് യു വെയിറ്റ്, ഓൾ ദാറ്റ് ഹാപ്പൻസ് ഈസ് യു ഗെറ്റ് ഓൾഡർ. ലാരി മക്കട്ടി. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, നമ്മൾ കാത്തിരുന്നു കൊണ്ടിരുന്നാൽ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് പ്രായമാകുമെന്നുള്ളത് മാത്രമാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള സമയം ഉപയോഗിച്ച് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് നമ്മുടെ ജീവിതത്തെ ബ്യൂട്ടിഫുൾ ആക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. സോ സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ദ ബെസ്റ്റ് സിറ്റുവേഷൻസ് ആൻഡ് സ്റ്റാർട്ട് ഗിവിംഗ് ദ ബെസ്റ്റ് ടുഡേ. നമ്മുടെ എഫേർട്ടിൻ്റെ ബെസ്റ്റ് ഇന്ന് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നാളെ നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നമ്മൾ വേഗത്തിൽ ചിലപ്പോൾ റിസൾട്ട് നോക്കിയാൽ കിട്ടിയെന്ന് വരില്ല, പക്ഷെ അതിൽ നിരാശപ്പെടരുത്. ബി പേഷ്യൻറ്റ്. സ്വപ്നങ്ങളുടെ പിറകെ നടക്കുന്നവരുടെ ആദ്യത്തെ ഗുണമായിരിക്കണം അത്. നമ്മൾ ഒരുപാട് ക്ഷമയോടെ കാത്തിരിക്കണം, നമ്മുടെ പ്രോസസ്സിൽ വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കണം. യു മേ ഫെയിൽ 1000 times ബിഫോർ യു സക്സീഡ്. അപ്പോഴും നമ്മോട് തന്നെ പറയണം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്. ഈ സമയത്ത് നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല, ഈ സമയത്ത് നമുക്ക് ഗീവ് അപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിനുവേണ്ടി നമ്മൾ എത്രമാത്രം സ്വപ്നം കണ്ടിട്ടുണ്ട്. കീപ് ഗോയിങ്. ഇത് എളുപ്പമാണെന്ന് ആരും പറയുന്നില്ല. ഒരുപാട് ക്ഷമ, ഒരുപാട് വിൽ പവർ, ഒരുപാട് പാഷൻ വേണം ഈ ഒരു കഷ്ടപ്പാടിന് നടുവിലൂടെ നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിൽ. നമ്മൾ ട്രൈ ചെയ്തിട്ടും റിസൾട്ട് കിട്ടില്ലാത്ത സിറ്റുവേഷനിലൂടെ നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് അത്രമാത്രം വിൽ പവർ ഉണ്ടായിരിക്കണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കേണ്ടത്. ദ ഡിസിപ്ലിൻ ടു ഗോ ത്രൂ ഓൾ ഫെയിലിയേഴ്സ്, ദ ഡിസിപ്ലിൻ ടു കണ്ടിന്യൂ ദ പ്രോസസ്. ഫെയിലിയർ ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ്. യു ജസ്റ്റ് ലേൺ ടു പിക്ക് യുവർ സെൽഫ് ബാക്ക് അപ്പ്. നമ്മൾ ഇന്ന് തളർന്നിരിക്കുന്ന ഈ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ആ യാത്രയിലെ ഒരു ചെറിയ വീഴ്ച മാത്രമാണ്. അവിടെ നമ്മൾ എഴുന്നേക്കണം, അവിടെ നമ്മൾ വീണ്ടും നടക്കണം. ജീവിതം അങ്ങനെയാണ്, അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങളിൽ തട്ടി നമ്മൾ വീഴരുത്. നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണ്. ആ സ്വപ്നത്തിന് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറായി ഇറങ്ങുന്നവൻ അവിടെ എത്തുക തന്നെ ചെയ്യും. നമ്മുടെ 50% കൊടുത്താൽ പോരാ, നമ്മുടെ 80% കൊടുത്താൽ പോരാ, നമ്മുടെ 100% നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി കൊടുക്കണം. Our dreams are precious. We need to give the best efforts for it. Inspiring.
യെസ്, ഗുഡ് മോർണിംഗ് ഓൾ ചാമ്പ്യൻ ലീഡേഴ്സ്. എല്ലാവർക്കും നമസ്കാരം. രാവിലെ ഒരു പോസിറ്റീവ് വീഡിയോ ഒക്കെ കണ്ടു അല്ലേ? നല്ല ഉഷാറായിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആറ്റിറ്റ്യൂഡ് അതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ക്ഷമയോട് കൂടി നമ്മൾ ഏറ്റെടുത്ത ജോലിയിൽ വളരെ പക്വതയോടും പാകത്തോടും കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ഇന്നിപ്പോ രാവിലെ ഈ പോസിറ്റീവ് സ്ട്രോക്കിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഞാൻ വളരെ ഹാർദമായി തന്നെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും ഒക്കെ നമ്മളിൽ വന്നു ചേരാറുണ്ട്. പക്ഷെ അതിനെയൊക്കെ നമ്മളൊരു പ്രശ്നത്തെ പ്രശാന്തിയിലേക്ക് മാറ്റുന്നിടത്താണ് നമ്മുടെ വിജയിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും നമ്മുടെ വീഡിയോയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ടോപ്പിക്കിന്റെ പേര് തന്നെ മൈ കമ്മിറ്റ്മെന്റ് ടു ലൈഫ് ലോങ് ഗ്രോത്ത്. ആജീവനാന്ത വളർച്ചയോടുള്ള എന്റെ പ്രതിബദ്ധത, അല്ലെങ്കിൽ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അർപ്പണബോധം. തീർച്ചയായിട്ടും നമുക്കറിയാം, ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ ഒരു അർപ്പണബോധം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് മേഖലയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു ലൈഫ് ലോങ് ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരിക്കൽ കൂടി ഈ പോസിറ്റീവ് സ്റ്റോക്കിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഈ പോസിറ്റീവ് സ്റ്റോക്ക് സംസാരിച്ചു പോയ നമുക്ക് വളരെയേറെ വിലപ്പെട്ട വിവരങ്ങൾ തന്നു എല്ലാ ലീഡേഴ്സിനെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇത് നമ്മളിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ഗ്രേറ്റ് NTC ലീഡേഴ്സ്, സജു സാർ, ലിൻഡോ സാർ, മറ്റ് STC ലീഡേഴ്സ് എല്ലാവരെയും ഞാൻ വളരെ ഹാർദമായി തന്നെ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഈ പോസിറ്റീവ് സെക്ഷനിലെ ടോപ്പിക്കുകൾ സംസാരിക്കുന്ന കാര്യം പൊതുവായിട്ടായിരിക്കാം. പക്ഷെ നാം ഓരോരുത്തർക്കും വേണ്ടിയാണെന്ന് കരുതി ശ്രമിച്ചാൽ മാത്രമേ ഈ ടോപ്പിക് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ ദിവസത്തെയും പോസിറ്റീവ് സ്റ്റോക്ക് സെക്ഷനിലേക്ക് സശ്രദ്ധം ശ്രവിക്കുക, പ്രവർത്തനത്തിൽ കൊണ്ടുവരിക എന്ന് മാത്രമാണ് എനിക്ക് ആദ്യമായിട്ട് ഉണർത്താനുള്ളത്. നമുക്ക് വേണ്ടിയാണ് സംസാരിക്കുന്ന ലീഡേഴ്സ്, പൊതുവായിട്ടാണ് സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്റെ കാര്യമാണ് സംസാരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഉള്ള ഒരു രീതിയിൽ നമ്മൾ ഇരുന്നത് ശ്രമിച്ചാൽ മാത്രമേ നമുക്കതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ തൊഴിലിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ, കുടുംബത്തിലായാലും സമൂഹത്തിൽ എവിടെയാണെങ്കിലും ഏതൊരു പ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റെടുത്താലും വിജയിക്കാൻ ആവശ്യമായ 3 ഘടകങ്ങളുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ദി വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. ഒന്നാമതായി വേണ്ടതാണ് വിശ്വാസം, ഫെയ്ത്തിനെ കുറിച്ച് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് കഴിഞ്ഞ് സംസാരിച്ചിരുന്നു. നമുക്കറിയാം, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടതാണ്. ഏത് കാര്യത്തിലാണെങ്കിലും വേണം. പക്ഷെ നമ്മളിപ്പോൾ ഏറ്റെടുത്ത് സംസാരിക്കുന്നത് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാലും നമുക്ക് വിശ്വാസം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോപ്പ്, പ്രതീക്ഷ, അല്ലെ? വളരെയേറെ പ്രതീക്ഷ. ഞാൻ ഈ ബിസിനസ്സിൽ വിജയിക്കും, എനിക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്നൊരു അതിതീവ്രമായ ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിസയർ, ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു 99% ആഗ്രഹമല്ല വേണ്ടത്, 110% അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുക. എനിക്ക് ആ അച്ചീവ്മെന്റിൽ എത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ആ കാര്യത്തിൽ വിജയിച്ചാൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ അല്ലെങ്കിൽ എന്റെ ജീവിതം സെക്യൂർ ആകുള്ളൂ എന്നൊരു ഉറച്ച വിശ്വാസത്തോടും അതുപോലെ തന്നെ ഹോപ്പോടും അതുപോലെ തന്നെ ഡിസൈറോടും കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കും ഈ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ. ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പോയത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഏതിലൊക്കെയാണ് വിശ്വാസം വേണ്ടത്? നമ്മുടെ കമ്പനിയിലും നമ്മുടെ പ്രൊഡക്റ്റിലും. അതുപോലെ തന്നെ പ്രതീക്ഷ വേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ, അല്ലെങ്കിൽ ആഗ്രഹം വേണ്ടത് നമ്മുടെ ലക്ഷ്യത്തിലും. ഞാനത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം എനിക്ക് പൂർത്തീകരിക്കണം, അതിന് അതിതീവ്രമായിട്ടൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ, അച്ചീവ്മെന്റിലേക്ക് എത്തിച്ചേരണം എന്നൊരു അതിതീവ്രമായ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. ബേസിക് ആയിട്ട് വേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്താണ്, നമുക്കറിയാം, ഈ ബിസിനസ്സിൽ നമ്മൾ എത്രത്തോളം കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് എത്രത്തോളം കമ്മിറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നുവോ അത്രത്തോളം പെട്ടെന്ന് നമുക്ക് ബിസിനസ്സിലൊക്കെ വിജയിക്കാൻ സാധിക്കും. എന്താണ് കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ? ഉത്തരവാദിത്തം, പ്രതിബദ്ധത, അല്ലെങ്കിൽ അർപ്പണബോധം, അതൊക്കെ തന്നെയാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാവരും സംസാരിക്കുന്നുണ്ട് വിജയത്തെക്കുറിച്ച്, അല്ലേ? എല്ലാവരും വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് വിജയം? നമുക്കത് പരിശോധിച്ച് നോക്കാം. സക്സസ് ഈസ് ആൻ അഡിഷൻ, ഒരു ലഹരിയാണ് വിജയം എന്ന് പറയുന്നത്. എനിക്ക് വിജയിക്കണം എന്നൊരു അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ 100% വിജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ സക്സസ് ഈസ് ആൻ കമ്മിറ്റ്മെന്റ്. സക്സസ് ഈസ് എ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു, അർപ്പണബോധം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ, ഏർപ്പെടുന്ന
പ്രവൃത്തിയിൽ, അല്ലെങ്കിൽ ഈ ഒരു തൊഴിലിൽ, നമ്മുടെ ബിസിനസ്സിൽ ഒക്കെ നമ്മളങ്ങോട്ട് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ 100%, 99% അല്ല, 100% നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ടാവും. ലോകത്ത് വിജയിച്ച ഏതൊരു വ്യക്തിയെ എടുത്തു നോക്കിയാലും, അല്ലെങ്കിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും, അവരുടെ വിജയ വീഥികളെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും, അവരെല്ലാം ഏറ്റെടുക്കുന്ന കാര്യത്തില്, അല്ലെ ആ ബിസിനസ്സില്, പ്രവൃത്തിയിൽ, അതിൽ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എവിടെ ആയാലും 100% കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിച്ചവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഓരോ വ്യക്തികളെ നമുക്ക് എടുത്തു നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്ത് പരിശോധിക്കാവുന്ന ഒരു വ്യക്തിയാണ് 1947 ആഗസ്റ്റ് 15-ാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരണം എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി, ലക്ഷ്യത്തോടു കൂടി നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. അദ്ദേഹം ഏറ്റെടുത്ത കമ്മിറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം അങ്ങോട്ട് ഡെഡിക്കേറ്റഡ് ചെയ്തു. അദ്ദേഹം ആ ഡെഡിക്കേറ്റഡ് ചെയ്ത് എങ്ങനെയാണ്? കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട്, ആ ഉത്തരവാദിത്തം, ആ ലക്ഷ്യബോധം, അതിലോടുകൂടി പ്രവർത്തിക്കുന്നതിലൂടെ കൂടെ മാത്രമേ രാജ്യത്തിന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ സാധിക്കൂ എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടും പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടിയിട്ട് കമ്മിറ്റ്മെന്റ് ആയിട്ട് പ്രവർത്തിച്ചോടുകൂടി മാത്രമാണ് അദ്ദേഹത്തിനും നമുക്കുമൊക്കെ സ്വാതന്ത്ര്യം നേടിത്തരാൻ സാധിച്ചത്. അതുകൊണ്ട് അതുപോലെ നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ 100% വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എന്തുകൊണ്ട് ഈ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഈ ബിസിനസ് ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും തന്നെ അറിയാം, ഇതിനു മുമ്പ് ഒരു ട്രഡീഷണൽ കച്ചവടക്കാരനായിരുന്നു ഞാൻ. ആ കച്ചവടം വിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാര്യം, ഏത് ബിസിനസ്സിലായാലും ആ പ്രവർത്തിക്കുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ ഒരു അർപ്പണ ബോധത്തോടു കൂടി, ഉത്തരവാദിത്തോടു കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വിജയം എത്തിച്ചേരാൻ കഴിയുള്ളൂ. മൈ ഡിയർ സക്സസ് പാർട്ട്നേഴ്സ്, നമ്മുടെ ബിസിനസ് നമുക്ക് വിജയിക്കാൻ വേണ്ടത് ഈ 100% കമ്മിറ്റ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയുടെയോ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിയുടെയോ, അല്ലെങ്കിൽ നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നുകൊണ്ട് നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന അപ്ലൈൻ ലീഡേഴ്സിന്റെ ആയിട്ട് ഒരിക്കലും നമ്മൾ കാണരുത്. ഈ ബിസിനസ് എന്റെയാണ്, എനിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ളൂ, അതിലൂടെ മാത്രമേ എനിക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഈ ബിസിനസ് സ്വന്തം ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി ഉറപ്പിച്ച് ഒരു 100% കമ്മിറ്റ്മെന്റ് പ്രവർത്തിക്കുന്നവർക്ക് വിജയം ഉറപ്പാണ്. ഈ രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ആജീവനാന്ത വിജയം ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ഏത് പ്രവർത്തനം ഏറ്റെടുത്താലും, ഏത് തൊഴിൽ ഏറ്റെടുത്താലും, അത് നമ്മുടേതാണെന്ന് സ്വന്തമായിട്ട് നമുക്ക് എപ്പോൾ തോന്നുന്നോ ആ സമയത്ത് മാത്രമാണ് നമുക്ക് അതിൽ 100% വിജയിക്കാൻ സാധിക്കുള്ളൂ. അതല്ലാതെ ഇത് മറ്റൊരാളുടെയാണ്, എന്നെ കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെയാണ്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നെ വിജയത്തിന്റെ വഴിയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലൈൻ ലീഡറുടെയാണ് ഈ ബിസിനസ് എന്ന് ചിന്തിച്ചാൽ നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് ഓരോ വ്യക്തികളും. ഓരോ ലീഡേഴ്സും ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്. എന്നാൽ ഞാനൊന്ന് ഉണർത്തുകയാണ്, നമ്മളെല്ലാം തന്നെ പോസിറ്റീവ് സ്ട്രോക്കിലും എല്ലാം തന്നെ ഉണർത്തലാണ് നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 100% കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് നമ്മുടെ വിജയം ആഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തിന്റെ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ഭാവി സെക്യൂർ ആക്കുന്ന, നമ്മുടെ മക്കളുടെ ഭാവി സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെ ബിസിനസ് ആണ്, എനിക്കിത് ഏറ്റെടുത്താലേ വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നൊരു അർപ്പണ ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും. ജീവിതത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ വിജയിപ്പിക്കാൻ മറ്റൊരു മേഖലയിലും ആരുമില്ലെന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള, ഇതിനു മുമ്പ് നമ്മൾ പല തൊഴിലുകളിലും, പല ജീവിത മാർഗങ്ങളിലും, ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പല സാഹചര്യങ്ങളൊക്കെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടാവാം. ആ സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരും നമ്മുടെ കൂടെ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ബിസിനസ്സിൽ നമ്മളെ ദൈവമായിട്ട് ഒരു വ്യക്തിയിലൂടെ നമ്മളെ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിലൊരു സൈനപ്പെടുത്തി നമ്മൾ ഇതിനകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ, ആ ദൈവത്തിന് നമ്മളിലൊരു ലക്ഷ്യമുണ്ട്. നമ്മളിലൂടെ സമൃദ്ധി, അബണ്ടൻസ് ഈ ഭൂമിയിലേക്ക് വിതറുന്നതിന് വേണ്ടിയിട്ടാണ് ആ ദൈവം നമ്മളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം ആ അബണ്ടൻസ് നമ്മൾ അർഹരായവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ തെരഞ്ഞെടുത്ത ദൈവത്തിന് ഏറ്റവും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ഏറ്റെടുക്കണം. ആ ബിസിനസ് ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ബിസിനസ് എന്തിന് ചെയ്യണം എന്നൊരു കാര്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. എങ്ങനെ ചെയ്യണം എന്നുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഈ ബിസിനസ് ഞാൻ എന്തിന് ചെയ്യണം, എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബിസിനസ് എന്നൊരു 100%-ഉള്ള വിജയത്തോട്, ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ആ ചിന്തയിൽ നിന്ന് എല്ലാ പ്രവർത്തനങ്ങളും വരുന്നുണ്ടാവും. ആ ചിന്തയിൽ നിന്നും വിജയിക്കാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ടാവും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ലീഡേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ബിസിനസ്സിലൂടെ നമ്മുടെ മൈൻഡിനെ, നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകളിലൊക്കെ പറഞ്ഞില്ല, മൈൻഡ് സെറ്റ്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കി എടുത്തുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും 100% ഈ ബിസിനസ്സിനോട് അർപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് വിജയത്തിലെത്താൻ ചേരാൻ സാധിക്കും. ഒരു ജീവിതത്തിൽ നമ്മൾ ഏതൊരു ലോകത്ത്, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ മുകളിൽ വിജയിച്ച ഏതൊരു വ്യക്തി എടുത്ത് നോക്കിയാലും
പരാജയപ്പെടാതെ ആരും വിജയിച്ചിട്ടില്ല. നമുക്കറിയാം ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഒരു വിജയം നമുക്ക് ഈ ബിസിനസ്സിൽ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ ബിസിനസ്സിൽ വന്നിട്ട് നമ്മൾ ഈ ബിസിനസ്സിനെ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യും, ഇല്ലേ? കുറച്ച് കഴിയുമ്പോൾ കഷ്ടപ്പെടും. പക്ഷേ ആ കഷ്ടപ്പാടൊക്കെ മാറി പിന്നെ നമുക്ക് ലാഭങ്ങൾ തന്നു തുടങ്ങുമ്പോൾ നമ്മൾ ബിസിനസ്സിനെ അറിയാതെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയും കാലഘട്ടങ്ങളിൽ അപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിർത്തിക്കൊണ്ട് ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ലീഡേഴ്സിനും ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് നമ്മുടെ വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ വരുമാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള വിൻ 5-2 അതെല്ലാം നമുക്കറിയാം. ആ ക്രൈറ്റീരിയകളെല്ലാം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരെയും വിജയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ലീഡേഴ്സ്. ഹാപ്പി മോർണിംഗ് ടു ഓൾ. സാർ ഓഡിബിൾ അല്ലേ? ഹലോ, ഓക്കെ. വൺസ് അഗൈൻ ഹാപ്പി മോർണിംഗ് ടു ഓൾ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രതീഷ് എന്നാണ്, സ്ഥലം കോലഞ്ചേരിയാണ്. ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് ദി ഡേ നമ്മുടെ മാജിക് ഹെൽത്ത് ഡ്രിങ്ക് 95 ആണ്. നമുക്കറിയാം ഓൺ ആൻഡ് ഓണിന്റെ ഒരു ബ്രാൻഡിൽ ഇറക്കുന്ന നമ്മുടെ ഒരു മാജിക് ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ്. സാർ പ്ലീസ്. ഓക്കെ. നമുക്കറിയാം നമ്മളൊക്കെ ഒരു ദിവസം ഫുൾ എനർജിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം നമുക്ക് ഫുൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാജിക് ഹെൽത്ത് ഡ്രിങ്ക് ആണ് നമ്മുടെ ഈ 95 എന്ന് പറയുന്നത്. സാർ നെക്സ്റ്റ്. 95 നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 9 ലക്ഷം ഒറാക് വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ 95. ഒറാക് വാല്യൂ എന്ന് വെച്ചാൽ ഓക്സിജൻ റാഡിക്കൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്നാണ് അതിന്റെ പേര്. അത് നമുക്കറിയാം നമ്മുടെ ആന്റി ഓക്സിഡന്റിന്റെ അളവ് അറിയുന്ന ഒരു ടെസ്റ്റ് ആണ് ലാബിൽ നടത്തുന്നത്. അത് ടാക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്നൊരു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ആണത്. നമ്മുടെ ഈ 95 എന്ന് വെച്ചാൽ ഒരു പ്രൂവൻ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഒരു ടെസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ട് നമുക്ക് 9 ലക്ഷം ഒറാക് വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം ഇതിന് നിരവധി ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും നമുക്ക് പ്രമേഹത്തിനെതിരെ പൊരുതാനും നമുക്ക് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക് ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഈ 95. സാർ നെക്സ്റ്റ് സ്ലൈഡ്. നമുക്കറിയാം ചിത്രത്തിൽ കാണുന്ന പോലെ കാര്യം ഇത് കഴിക്കാൻ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. നമുക്ക് പൊടിക്കുമ്പോൾ നല്ല ഫ്ലേവർ ആണ്. നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഇമ്മ്യൂണിറ്റി. നമുക്കടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് 95. കാരണം നമുക്കറിയാം ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നമുക്ക് പ്രതിരോധശേഷി കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പോൾ അത് പല പല റീസൺസ് കൊണ്ട് നമുക്ക് ഉണ്ടാവാം. നമുക്ക് സ്ട്രെസ് ഫുൾ ലൈഫാണ്. പിന്നെ നമുക്ക് കൂടുതൽ ജങ്ക് ഫുഡാണ്, നമ്മൾ കെമിക്കൽ അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നു, മാരകമായ റേഡിയേഷൻസ് നമുക്ക് ഏൽക്കുന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്കിടെ പ്രതിരോധശേഷി ഓൾറെഡി കുറഞ്ഞു പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഒത്തിരി ഫ്രീ റാഡിക്കൽസ് അറിയാതെ വരുന്നുണ്ട്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് രൂപപ്പെടുകയും അത് അമിത അളവിലാവുമ്പോൾ അത് നമുക്ക് പല പല നമ്മുടെ സെല്ലുകൾ നശിക്കാനും പല പല അസുഖങ്ങളിലേക്ക് നമുക്കത് കൊണ്ടുപോകാനും അത് കാരണമാകുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെതിരെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി കമ്പനി ഇറക്കിയ ഒരു മാജിക് ഡ്രിങ്ക് ആണ് 95. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് 13 വൈൽഡ് ബെറീസും ഇന്ത്യൻ ഫ്രൂട്ട്സ് ആയ നെല്ലിക്ക, നോനി, കറ്റാർവാഴ ഇതിന്റെ ഒരു ഫ്രൂട്ട് ബ്ലെൻഡ് ആണ്. ഈ നമ്മുടെ ഇതിന്റെ പല ഗുണങ്ങളുണ്ട്. ഇത് നമുക്കറിയാം നമ്മുടെ പാക്കറ്റിൽ 1 ലിറ്റർ ആണ് വരുന്നത്. ഇത് 33 ഒരു സാക്ഷ്യം 33.34 മില്ലി ലിറ്റർ അടങ്ങിയതാണ്. ഇത് ചിത്രത്തിൽ കാണുന്ന പോലെ ഇത് ഓപ്പൺ ചെയ്യുക, ഇത് സിപ്പായിട്ട് കുടിക്കേണ്ടതാണ്. ഇത് വളരെ എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന് നിരവധി ഗുണങ്ങളുണ്ട്. നമുക്കറിയാം 13 വൈൽഡ് ബെറീസ് ഉണ്ട്. അതുപോലെ തന്നെ നെല്ലിക്ക, നോനി, കറ്റാർവാഴ, എല്ലാ ബെറികളുടെ പേര് ഞാൻ പറയുന്നില്ല.
അക്കായ് ബെറി, ബ്ലൂബെറി, ജോജി ബെറി, ബ്ലാക്ക് കറന്റ്, അങ്ങനെ നിരവധി 13 വൈൽഡ് ബെറീസ് ഉണ്ട്. ഈ വൈൽഡ് ബെറീസ് പലതിനും പല ഗുണങ്ങളാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ശരീരത്തിന് ആവശ്യമായ നമുക്ക് മിനറൽസ്, വിറ്റാമിൻസ്, നമ്മുടെ എൻസൈംസ്, അമിനോ ആസിഡുകളൊക്കെ നമുക്ക് ശരീരത്തിന് കിട്ടാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് 95. ഇത് എങ്ങനെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്ത എല്ലാവർക്കും രാവിലെ എംറ്റി സ്റ്റൊമക്കില് ഒരു സാക്ഷ്യം നമുക്ക് 200 മില്ലി വാട്ടറിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കാവുന്നതാണ്. ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ഉള്ള ആളുകൾക്ക് 2 നേരം ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് ഫുഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്ന ഇതില് സുക്രലോസ് അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല. പിന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഈ പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ കമ്പനി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മളെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം നമുക്ക് ഈ മാജിക് ഹെൽത്ത് ഡ്രിങ്ക് എല്ലാ ദിവസവും ഇത് കഴിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഇത് സമൂഹത്തിലെ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ തടയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഇതുകൊണ്ട് നമുക്ക് നിരവധി അസുഖങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് നമുക്ക് കൊടുത്തുകൊണ്ട് നല്ലൊരു ഹെൽത്തി കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാം. അതുകൊണ്ട് എല്ലാവരും ഈ പ്രൊഡക്റ്റ് കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ പ്രസന്റേഷൻ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും പ്രൊഡക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഹാപ്പി മോർണിംഗും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. യെസ്, വെരി ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നത്തെ നമ്മുടെ പോസിറ്റീവ് സ്ട്രോക്ക് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ലെവലിലേക്ക് അത് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്റ്റാർട്ട് വിത്ത് കമ്മിറ്റ്മെന്റ്. എന്തായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഏത് തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കിന്ന് പറഞ്ഞു തന്ന റഷീദ് സാറിന് ഞാൻ വളരെ ഹാർദവമായി തന്നെ പിന്നെ അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ 95ന്റെ പ്രത്യേകതയും ഒപ്പം തന്നെ ഈ 95 എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് വളരെ പരിചയപ്പെടുത്തി തന്ന നമ്മുടെ രതീഷ് സാറിന് ഞാൻ പിന്നെ വളരെ വലിയ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ വളരെ വലിയ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാര്യം ഓരോ ആൾക്കാരും ജീവിതത്തിൽ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തർ എടുക്കുന്ന പിന്നെ എന്താ പറയുന്ന അതിനുവേണ്ടി അവരെടുക്കുന്ന ഒരു എഫേർട്ട്, അവരെടുക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു പാഷൻ, ഇതൊക്കെ തന്നെയാണ് ഓരോ ആൾക്കാരെയും ലൈഫിൽ സക്സസ്ഫുൾ ആക്കുന്നത്. സോ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലോസിംഗ് നോട്ട് എന്ന് പറയുന്നത് വളരെ പിന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാര്യം നമ്മൾ ഓരോരുത്തർ ബിസിനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചിട്ടാണ്, അല്ലെ? എന്നാൽ നമുക്കെല്ലാവരും ഇപ്പൊ നമ്മള് ക്രൗൺ യുണൈറ്റഡ് വഴി ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രൊജക്ട് 10 എന്ന് പറയുന്നത്, P10 എന്ന് പറയുന്നത്. സോ അതിലൂടെ നമ്മൾ കടന്നു പോകുന്ന രീതി ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ പല സെഷനിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഇന്നലെ നമ്മുടെ ഗ്രേറ്റ് NTC ലീഡർ അല്ലെങ്കിൽ പേൾ റാങ്കിൽ എത്തിയിരിക്കുന്ന ലീഡർ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു P10ലെ ഈഗിൾ എന്ന് പറയുന്ന ഈഗിൾ എങ്ങനെ അതിലൂടെ എങ്ങനെയാണ് നമുക്ക് റോയൽ ഈഗിളായിട്ടൊക്കെ മാറാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഇതിനകത്തുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് മാജിക് ഓഫ് ചാമ്പ്യൻ. ഒരു ചാമ്പ്യനായിട്ട് മാറുക എന്നുള്ളത് എല്ലാ ആൾക്കാരുടെയും ജീവിതത്തിൽ വളരെ പിന്നെ പ്രാധാന്യമുള്ള ഒന്നാണ്. അല്ലെങ്കിൽ ഈ ബിസിനസ്സിനകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു വിജയിയായിട്ട് മാറുക എന്നുള്ളത് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത്. സോ എന്താണ് നമ്മുടെ ഇതിനകത്ത് P10ലുള്ള ചാമ്പ്യൻ, അല്ലെങ്കിൽ ഈ ചാമ്പ്യൻ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് മാറണം? ഇതുപോലെ ഒരു പിന്നെ നിങ്ങളുടെ ചങ്കിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു P10 പ്രോഗ്രാം നമുക്കറിയാം, നമ്മുടെ ഒരു ചാമ്പ്യൻ ലെവലിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ 1 ആൻഡ് ഓർഗനൈസേഷൻ 2 50 പിന്നെ നമുക്കറിയാം ഒരു പിന്നെ സ്റ്റാർട്ടപ്പുകൾ എത്തപ്പെടണം നമ്മുടെ ബിസിനസ്സിനകത്തേക്ക്. 2 ഓർഗനൈസേഷനിലും 50 വലിയ സ്റ്റാർട്ടപ്സ് വരുന്നു. അതിലൂടെ 2.5 ലാഖിന്റെ ബിസിനസ് വോളിയം മാച്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ലെവലിൽ മാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കമ്പനിയുടെ തന്നെ ഫസ്റ്റ് ലെവൽ ഓഫ് റെക്കഗ്നേഷൻ ആയിട്ടുള്ള ടീം കോർഡിനേറ്റർ ലെവലിലേക്ക് നിങ്ങൾ എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതുമാത്രമല്ല നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഒരു 5 ഈകൾ, ഇന്നലെ നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ 5 ഈകൾ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ സാധിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ചാമ്പ്യൻ ലെവലിലേക്ക് എത്തുന്നത്. എന്താണ് ഈകൾ എന്നൊക്കെ നമ്മൾ ഇന്നലെ ഓൾറെഡി തന്നെ പഠിച്ചു. എന്താണ് 5 സ്റ്റാർട്ടപ്പ് വിത്ത് 25,000 പിന്നെ റുപ്പീസിന്റെ ബിസിനസ് വോളിയം BV മാച്ച് ചെയ്ത് ഒരു 3000 രൂപ ഇൻകം വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഒരു ഈകൾ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഒരു അടുത്തൊരു ലെവൽ റോയൽ ഈഗിൾ എന്ന് പറയുന്നത് 25 സ്റ്റാർട്ടപ്പ് നേടുകയും ഒപ്പം തന്നെ 1.25 ലാഖിന്റെ ബിസിനസ് വോളിയം മാച്ച് ചെയ്ത് അല്ലെങ്കിൽ 3 ഈഗിൾ മാച്ച് ചെയ്താൽ അദ്ദേഹത്തിന് ഈ ലെവലിലേക്ക് എത്താൻ പറ്റും. ഇൻകത്തിന്റെ പൊട്ടൻഷ്യൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അറൌണ്ട് 15,000 അല്ലെങ്കിൽ 15,000 രൂപയുടെ പൊട്ടൻഷ്യലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സംഭവിക്കുന്നത്. സോ നമുക്കറിയാം, നമുക്ക് ഈ ഒരു പിന്നെ ഒരു ലെവലിൽ അല്ലെങ്കിൽ ചാമ്പ്യൻ TC ലെവലിൽ ഒരു വ്യക്തി എത്തുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുക, അതിന്റെ ഓർഗനൈസേഷനിൽ ഏകദേശം ഒരു 100ഓളം പേര് ഓർഗനൈസേഷൻ വരുന്നു. സോ അദ്ദേഹത്തിന് ഒരു ഓർഗനൈസേഷൻ ലെവലിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാമ്പ്യൻ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള വരുമാനം, ദാറ്റ് മീൻസ് ഒരു റെഗുലർ ആയിട്ട് 30,000 മുകളിൽ ഒരു വരുമാനം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഏൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വരുമാനം, ഒരു ജോലിയും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഏതെങ്കിലും ബിസിനസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തുടക്കകാലത്ത് ഏറ്റവും നല്ലൊരു ലെവലാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഈ ഒരു ചാമ്പ്യൻ ലെവലിലേക്ക് എത്തപ്പെടുവാൻ വേണ്ടി തന്നെ ആയിരിക്കണം ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നമുക്ക് നമ്മുടെ ഇതിന്റെ ഒരു മാജിക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ നിന്ന് നമുക്കറിയാം ഒരു ഹീറോ ലെവലിലേക്ക് നമ്മൾ കാണിച്ചു. നമ്മുടെ P10 നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ലെവലാണ് ഹീറോ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് STC സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ലെവലിലേക്ക് ബിസിനസ്സിലേക്ക് എത്തപ്പെടുമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. 5 ചാമ്പ്യൻസിന് നിങ്ങളുടെ ഓർഗനൈസേഷൻ 1ലും 5 ചാമ്പ്യൻസിന് ഓർഗനൈസേഷൻ 2ലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഒരു സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ട് മാറും. ദാറ്റ് മീൻസ് നിങ്ങൾ ഹീറോ ആയിട്ട് മാറും വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ മാജിക് ഓഫ് ചാമ്പ്യൻസ്. സോ ഇതുവഴി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, നിങ്ങളൊരു സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളത് മറ്റൊരു എക്സൈറ്റിംഗ് ആണ്. ഈ ഒരു ബിസിനസ്സിനകത്ത് കടന്നു വരുന്ന ഓരോ വ്യക്തികളുടെയും സ്വപ്നമാണ് ഒരു സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ലെവലിലേക്ക് ബിസിനസ്സിലേക്ക് എത്തുക, ഒരു സൂട്ടൊക്കെ അടിഞ്ഞ് പിന്നെ സ്റ്റേജിലേക്ക് കയറുക എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരുടെയും ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു ലെവലാണ്. സോ ആ ഒരു ഡ്രീം ആയിട്ടുള്ള ലെവലിലേക്ക് എത്തപ്പെടാൻ പറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഓർഗനൈസേഷൻ 1ലും 2ലും 5 ചാമ്പ്യൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്താണ് ഇതിന്റെ മറ്റുള്ള ലെവലിലേക്കുള്ള മാജിക്? ഇവിടെ നോക്കുക, 15 ചാമ്പ്യൻസിന് നിങ്ങളുടെ ഓർഗനൈസേഷൻ 1ലും 2ലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു റീജിയണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് നിങ്ങൾ മാറും. ഇൻകം പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 9 lakh രൂപീസിന്റെ ഇൻകം പൊട്ടൻഷ്യലാണ് ഇതിലൂടെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നത്. അതായത് ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാരുടെ മറ്റൊരു ലെവൽ ഓഫ് സ്വപ്നമാണ് ഈ കാണുന്നത് RTC എന്നത്. ഓക്കെ അല്ല, നിങ്ങൾക്കൊരു NTC ലെവലിലേക്കാണ് പോകണമെങ്കിൽ എന്താണ് ചാമ്പ്യൻസിന്റെ മാച്ച് നോക്കുകയാണെങ്കിൽ 40 ചാമ്പ്യൻസിന് ഓർഗനൈസേഷൻ 1ലും 2ലും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചാൽ യു വിൽ ബിക്കം എ NTC നാഷണൽ ടീം കോർഡിനേറ്റർ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ നാഷണൽ ടീം കോർഡിനേറ്റർ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് ഒരു ഇൻകം പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ യു ഗെറ്റ് ഓൾമോസ്റ്റ് 30 lakh രൂപീസ്. നിങ്ങളുടെ കിട്ടുന്ന മാച്ചിങ് ബോണസ് പ്ലസ് നിങ്ങളുടെ ബോണസും എല്ലാം കൂടി ചേർത്താൽ ആ ഒരു 30 lakh അടുപ്പിച്ച് നിങ്ങൾക്ക് ഇൻകം കിട്ടാനുള്ള ഒരു പൊട്ടൻഷ്യലാണ് ഈ പറയുന്ന ഒരു NTC എന്നുള്ളത്. സോ അതിൽ ചാമ്പ്യന്റെ മാജിക് നിങ്ങൾ നോക്കുക. 40 ചാമ്പ്യൻസിനെ നിങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അതല്ല, ഒരു CTC കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ ലെവലിലേക്കാണെങ്കിൽ 100 ചാമ്പ്യൻസ്, 100 സെഞ്ചുറി ചാമ്പ്യൻസ് ഇൻ ഓർഗ് 1 ആൻഡ് ഓർഗ് 2. സെഞ്ചുറി ചാമ്പ്യൻസിനെ നിങ്ങൾക്ക് 2 ഓർഗനൈസേഷനെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഗനൈസേഷൻ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരു കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ ആയിട്ട് മാറും. ഇൻകം പൊട്ടൻഷ്യൽ ഓൾമോസ്റ്റ് 60 lakh രൂപീസ് ഇൻകം ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തപ്പെടുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും ബിസിനസ്സിൽ ഏറ്റവും എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഫോക്കസ് ആണ് ITC ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ലെവലിലേക്ക് എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 200 ചാമ്പ്യൻസിനെ നിങ്ങളുടെ ഓർഗനൈസേഷൻ 1ലും 2ലും ടാർഗറ്റ് ചെയ്ത് ഡബിൾ സെഞ്ചുറി ഫോക്കസ് ചെയ്താൽ യു വിൽ ബിക്കം ആൻ ITC. ഇൻകം പൊട്ടൻഷ്യൽ 1.2 crore രൂപീസിന് 1.20 ലക്ഷം രൂപ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലാണ് ഈ പറയുന്ന ITC എന്ന് പറയുന്നത്. മൈഡിയസ്, ഈ ഒരു ചാമ്പ്യനിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്നെ എന്താ പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ലെവലിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനകത്തേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് ചാമ്പ്യൻസിലൂടെ നമുക്ക് എങ്ങനെ എത്താൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ലെവലിലേക്ക് നമുക്ക് കടന്നു പോകാൻ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞാൽ ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നത്. പല ആൾക്കാർക്കും എന്തുകൊണ്ടാണ് പല ലെവലുകളും എത്താനായിട്ടുള്ള ഒരു ചലഞ്ച് നേരിടുന്നതെന്ന് സാധാരണഗതിയിൽ നോക്കിയാൽ മനസ്സിലാവുന്നത് ഒരു ശരിയായ രീതിയിലുള്ള ഒരു തീരുമാനം അവനവൻ എടുക്കുന്നുണ്ടാവില്ല എന്നുള്ളത്.
ഒരു ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ കാണിച്ച പല കാര്യങ്ങളും ചില ആൾക്കാരുടെ തലച്ചോറിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇത് കൊള്ളാലോ, ഇറ്റ്സ് ഗുഡ് ഐഡിയ, യെസ് ഐ എം ഗോയിങ് ടു മേക്ക്, ഞാനിത് ചെയ്യാൻ പോകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും, അവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്റെ ഓർഗനൈസേഷനിൽ എങ്ങനെ ഞാൻ അത് വർക്ക്ഔട്ട് ചെയ്ത് ഈ വരുമാനത്തിലൂടെ എന്റെ ഡ്രീം എങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ചെയ്തു. കൂടുതൽ വിഭാഗക്കാരും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് കേൾക്കുന്നു, ഇത് കൊള്ളാം, എന്റെ അപ്ലൈൻ എന്നെ വിളിച്ച് പറയുമായിരിക്കും ഇതൊക്കെ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ അപ്ലൈൻ എന്റെ കൂടെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരിക്കും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മുടെ തലച്ചോറിൽ കൂടെ കടന്നു. അത് ആണോ നമുക്ക് വേണ്ടത്? നമുക്ക് ഏതായിരിക്കും നമ്മൾ ഇതിനകത്ത് അച്ചീവ് ചെയ്യാൻ വിജയിക്കാൻ വേണ്ടി വേണ്ട മനോഭാവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ മനോഭാവം, യെസ് ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, യെസ് ഐ എം ഗോയിങ് ടു മേക്ക് ഇറ്റ്, ഞാൻ ഇത് ചെയ്യാനായിട്ട്. കാര്യം എന്തുകൊണ്ടാ, എനിക്കിത് വേണം, ഐ വാണ്ട് ഇറ്റ് ബാഡ്ലി, എനിക്കിത് ഏറ്റവും ശക്തമായ രീതിയിൽ എനിക്ക് വേണം എന്നുള്ള ലെവലിലേക്ക് എന്റെ മനസ്സിലേക്ക് ആ ഒരു ആവേശം കയറി വരും. എന്തുകൊണ്ടാണ് ആൾക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? പല ആൾക്കാരും പ്രത്യേകിച്ച് മൈ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കുറെ വാക്കുകൾ കേൾക്കുന്നുണ്ട്, അപ്ലൈ, സപ്പോർട്ട്, സിസ്റ്റം സപ്പോർട്ട് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് നിൽക്കുമ്പോൾ നമുക്ക് പറയാറുണ്ട്, നമുക്ക് ചായാൻ ഇടം ഉണ്ടെങ്കിൽ ക്ഷീണം കൂടും എന്ന് പറയും. ചായാൻ ഇടം ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ക്ഷീണം പല ആൾക്കാർക്ക് കൂടുന്നത്. 90% അല്ലെങ്കിൽ 99% ആൾക്കാർക്ക് ക്ഷീണം വരാൻ കാര്യം ചായാൻ ഇടം ഇവിടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടം വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യാൻ, നിങ്ങൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കാൻ? നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷനും നിങ്ങളുടെ കരിയറിലും ഒക്കെ തന്നെ നിങ്ങൾ പല രീതിയിലായിട്ട് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ സ്വയം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പൊട്ടൻഷ്യലോ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അതിന് ഏറ്റെടുക്കുന്നത്. എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നത് വെച്ചാൽ എവിടെ എത്തിച്ചേരണമെന്ന് അവനവൻ സ്വന്തമായിട്ട് തീരുമാനിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇതിലേക്ക് നമ്മൾ എത്തിപ്പെടാതെ പോകും. സോ നമ്മൾ തീരുമാനിക്കുന്നിടത്ത് നിങ്ങൾ തുടങ്ങും. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ശക്തമായിട്ട് തീരുമാനമെടുക്കുന്നത്, അവിടെ നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഞാൻ തന്നതെല്ലാം തന്നെ ഇൻഫോർമേഷൻസ് ആണ്. ഇത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇതിലേക്ക് എത്താം. ഇതൊരു ഒരു 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 തോട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ തോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അവനവന്റെ ജീവിതത്തിലെ ഈ തോട്ട് ഉപയോഗിച്ച് എവിടേക്ക് എത്തിച്ചേരണമെന്ന്, ലക്ഷ്യം എന്താണെന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും. അതിനുവേണ്ടുന്നുള്ള സപ്പോർട്ട് നിങ്ങളുടെ അപ്ഡേറ്റ്സിന്റെ ഭാഗത്തുനിന്നും ഈ കാണുന്ന ലെവലിലെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ വിജയിച്ചിട്ടുള്ള ആൾക്കാരുടെ ഇന്റർവ്യൂസ് നിങ്ങൾ ഇന്റർവ്യൂവിനകത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ അബ്ദുൽ കലാം എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡന്റ്, ഗ്രേറ്റ് പ്രസിഡന്റിൽ ഞാൻ ഒരു ഉദാഹരണം പറയാണ്. അബ്ദുൽ കലാം എന്ന് പറയുന്ന ഗ്രേറ്റ് പ്രസിഡന്റിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു, അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഞാൻ കേട്ടു. ആ സ്പീച്ചിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആ പറഞ്ഞത് പ്രകാരം ഞാൻ അതിശക്തമായ തീരുമാനം എടുത്തു, ഞാൻ ഇറങ്ങി തിരിച്ചു, ഞാൻ ഇന്ന് വിജയിയായിട്ട് ഇതാക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നമ്മൾ കേട്ടത്. ഇതിന് പകരം അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല, അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, അതിനുശേഷം അദ്ദേഹം എന്റെ കൂടെ ഇറങ്ങി വന്നു, എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു തന്നു, എന്റെ കൂടെ നടന്നു എനിക്ക് വേണ്ട വിജയം ഇവർ ഉണ്ടാക്കി തന്നു എന്നല്ല പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ കഥകൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്. എന്റെ കൂടെ എന്റെ ഒരു അപ്ലൈൻ ഇറങ്ങി വന്നു, എന്റെ കൂടെ ഇവരൊക്കെ വന്നു നിന്ന് എന്നെ വിജയിയാക്കണമെന്ന് വാശി പിടിക്കുക. ഈ വാശി പിടിക്കുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മുടെ പരാജയം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വയം നമ്മൾ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം, ഒരു പരമമായ സത്യം ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു പോസിറ്റീവ് സ്ട്രോക്കിൽ നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുന്നത്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അവനവൻ സ്വയമായിട്ട് തീരുമാനമെടുത്ത് ഇറങ്ങിത്തിരിക്കുന്നിടത്തെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എന്താണ്, ഒരു ഇൻസ്പിറേഷൻ, എന്താണ് ഇത് കിട്ടി, ഇത് കൊള്ളാം, നല്ലൊരു തോട്ടാണ്, ഒരു ഇൻസ്പിറേഷൻ കിട്ടി, ഇത് ഉപയോഗിച്ച് എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്കത് എന്തുകൊണ്ട് ആലോചിക്കാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എവിടേക്ക് പോകണമെന്നുള്ള ലക്ഷ്യം നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് കാസർഗോഡ് വരെ പോകണമെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ മൈഡിയേഴ്സ് നമുക്ക് നടന്നു പോകണോ, സൈക്കിളിൽ പോകണോ, ഓടിപ്പോണോ, ട്രെയിനിൽ പോകണോ, ബസ്സിൽ പോകണോ എന്നുള്ളതിന് തീരുമാനത്തിന് പ്രസക്തി പോലും ഉള്ളൂ, അല്ലേ? സോ അതുകൊണ്ട് നമ്മളത് എവിടെ പോകണമെന്ന് ലക്ഷ്യം ഫിക്സ് ചെയ്താൽ മാത്രമേ ഇപ്പൊ ഞാൻ കാണിച്ച ഈഗിളും ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ട റോയൽ ഈഗിളും ചാമ്പ്യനും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് തരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതെല്ലാം കണ്ടു, എക്സൈറ്റ്മെന്റ് ആയി, കാര്യങ്ങളെല്ലാം ഏറ്റവും ഫണ്ടാസ്റ്റിക് ആണ്. തീരുമാനം എന്നുള്ളത് എന്താണെന്ന് അറിയാമോ, എങ്ങോട്ടേക്ക് പോകണം, വേർ ഐ വാണ്ട് ടു ഗോ എന്നുള്ളത് തീരുമാനം. എവിടേക്ക് ഞാൻ എത്തിച്ചേരണം, എനിക്ക് എത്തിച്ചേരേണ്ടത് ഇന്ന ലെവലിലേക്ക്. പൊസിഷൻസ് അല്ല, ഞാൻ പറഞ്ഞ മൈ ലൈഫ് ബിസിനസ്സിനകത്തുള്ള പൊസിഷൻസ് അല്ല നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവൽ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇന്ന ലെവലുള്ള ഒരു വരുമാനത്തിലേക്ക് എത്താം. അതെ, എനിക്കിതാണ് മാസം ഒരു 50,000 രൂപ എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ക്വസ്റ്റ്യൻ വരുന്നത്. അവിടെ എന്ത് ചെയ്യണം, എനിക്കൊരാഴ്ചയിൽ ഒരു 10,000 to 12,000 rupees വരുമാനം.
അതിന് മൈ ലൈഫിൽ എന്ത് ചെയ്യാൻ? മൈ ലൈഫിൽ 1,00,000 PV ബിസിനസ് വോളിയം മാച്ച് ചെയ്താലേ എനിക്ക് കിട്ടൂ. അങ്ങനെയാണെങ്കിൽ 1,00,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്യണമെങ്കിൽ എന്റെ ടീമിൽ ഞാൻ ഈഗിൾ എവിടെ ഇംപ്ലിമെന്റ് ചെയ്യും? എന്റെ ടീമിൽ ആരെയൊക്കെ ഞാൻ ഈഗിളാക്കണം? എന്ത് ചെയ്യണം? 2 പേരെ ഞാൻ ഓർഗ് 1-ലും 2 പേരെ ഓർഗ് 2-ലും ഈഗിളാക്കിയാൽ എനിക്ക് 1,00,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്യും എന്ന് നമ്മൾ മനസ്സിലായി. അത് സംഭവിച്ചാൽ മാത്രമേ എനിക്ക് 1 lakh മാച്ച് ചെയ്യുള്ളൂ. അങ്ങനെ മാത്രമേ എനിക്ക് 12,000 വരുമാനം കിട്ടുള്ളൂ. ആ 12,000 വരുമാനം എനിക്ക് ഈ ആഴ്ച കിട്ടിയാൽ എനിക്ക് 4 ആഴ്ച കൊണ്ട് അത് 50,000 രൂപ വരുമാനം കിട്ടും. സോ ഇറ്റ്സ് ഡൺ. ഇതാണ് ഒരു പ്ലാനിങ്. ഇതുപോലെ പ്ലാൻ ചെയ്യാൻ ഇനി ലോകത്തുനിന്ന് ഒരു കമ്പനിയുടെ പ്രവീൺ ചന്ദ്രൻ സാർ ഇറങ്ങി വരേണ്ട ഒരു ആവശ്യമില്ല. അവനവൻ തന്നെ സ്വയം ചിന്തിച്ചാൽ മതി. കോമൺ സെൻസ് ബിസിനസ് ആണ് മീഡിയസ്. ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടേക്ക് പോകണമെന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഫിക്സ് ചെയ്യും. ഐ വോണ്ട് ടു ഗോ ഹിയർ. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. നീഡ് ഓഫ് ദ അവർ എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള എന്ത് കാര്യം. അതുകൊണ്ട് തീരുമാനം ഇന്നൊരു ദിവസം വ്യക്തമായിട്ടൊന്ന് പ്ലാനിങ് ഉണ്ട്. ഈ പറയുന്ന ഈഗിൾ എങ്ങനെ എന്റെ ടീം, അല്ലാതെ ഒരു പരുന്തും പറക്കില്ല മൈഡിയസ്. ഈ പരുന്തൊന്നും പറക്കില്ല. പരുന്ത് പറക്കുന്നത് നിങ്ങളിലൂടെ പറക്കും. ഇവിടെ തീരുമാനം എടുക്കുന്ന നിങ്ങളിലൂടെ പറക്കും. തീരുമാനം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ലക്ഷ്യം ഫിക്സ് ചെയ്യുന്നതാണ് തീരുമാനം. അവനവന്റെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എനിക്കറിയില്ല മൈഡിയസ്. എന്റെ ലക്ഷ്യം എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കും. ഓരോ ആൾക്കാരുടെയും വർക്കിംഗ് പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ലക്ഷ്യം ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ എവിടെ എന്റെ ബിസിനസ്സിൽ ഫിക്സ് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കി ഒരു പ്ലാൻ ഒരു ബുക്കിൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ അപ്ലൈനിലേക്ക് ഇന്ന് തന്നെ ഈ ഒരു സമയത്ത് തന്നെ മെസ്സേജ് കൊടുക്കുക. സാർ, ഞാൻ ഇന്ന ലെവലിലേക്ക് പോകുന്നു. എന്റെ ആഴ്ചയിലെ വരുമാനം ഇതാക്കാൻ ഉദ്ദേശിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്നു. എനിക്ക് സാറിന്റെ ഒരു ബ്ലെസ്സിങ് കാണും. ബസ് ഇത്ര മതി. ഇത്രയേ ഉള്ളൂ ഈ ബിസിനസ്സിന്. നമ്മുടെ ലെവലുകൾ ഫിക്സ് ചെയ്ത് പോകുന്നതിന് ഇത്രയും ആവശ്യമാണ്. നിങ്ങളുടെ അപ്ലൈൻ എവിടെ സൂട്ടാക്കും, എങ്ങനെ സൂട്ടാക്കണം എന്നുള്ളത് ഹി വിൽ പ്ലാൻ ചെയ്ത് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ അകടങ്ങുന്ന ടീം നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തോളൂ. ലക്ഷ്യമുള്ളവന്റെ കൂടെ മറ്റുള്ളവർ കൂടും. മറന്നു. അപ്ലൈൻസ് ആണെങ്കിലും ഡൗൺലൈൻ. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ലക്ഷ്യമുള്ളവന്റെ കൂടെ മാത്രമേ ഡൗൺലൈൻ ആണെങ്കിലും അപ്ലൈൻ ആണെങ്കിലും കൂടൂ. അത് ഞാൻ പറയുന്നത് വ്യക്തമാക്കി നൽകുന്നു. ലക്ഷ്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് എന്റെ ലൈഫും വെറുതെ സ്പോയിലായിട്ട് അതും മറന്നുള്ളൂ. ഈ ഒരു ബിസിനസ് അവനവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ ഒരു ബിസിനസ് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തിയാലേ പറ്റുള്ളൂ എന്നുള്ള മാത്രം. അത് നിങ്ങൾ തന്നെ ആവണമെന്ന് ഒരു ഉറപ്പും അതിനകത്തില്ല. നിങ്ങൾ തന്നെ ആകണം എന്നുള്ള ഉറപ്പ് നിങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ അപ്ലൈൻ ടീമിന്റെ ഉറപ്പടി അതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? ലക്ഷ്യമുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനെ കാണിച്ചു കൊടുക്കും. പണിയെടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങൾ. So this is the final note for today's positive stroke. ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ട് മീഡിയസ് ചാമ്പ്യൻസ് വിൽ ക്രിയേറ്റ് മാജിക് ഇൻ യുവർ ലൈഫ് മീഡിയസ്. We will create magic in my lifestyle business. So wishing you all the very best. The best day yet to come. The best is yet to come for our Crown United. We will make it happen. We are all champions. So all champions, God bless you. നിങ്ങളുടെ ജീവിതത്തിൽ